ഹലോ നമസ്കാരം, ഞാൻ അഭിലാഷ് നാരായണൻ. ക്രിയേറ്റീവ് ആനിമേഷൻ കിഡ്സ് എൻ്റർടൈൻമെൻറ്റ് ഓൺലൈൻ കോഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുപോലെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയെടുത്തു അല്ലേ? എല്ലാവരും ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഈ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള ക്ലാസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിട്ടുണ്ട്. എല്ലാ എപ്പിസോഡുകളും തുടർച്ചയായിട്ട് കാണാൻ നോക്കണം കേട്ടോ. കാരണം ഞാനിതൊരു കോഴ്സ് സിലബസ് ആയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് മായ. അപ്പോൾ പരമാവധി എപ്പിസോഡുകൾ സ്റ്റാർട്ടിങ് തൊട്ട് കണ്ടാൽ മാത്രമേ ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വളരെ കൃത്യമായ ഒരു ലെവലിൽ കിട്ടാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ടൂൾസും കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളതിന് കൃത്യമായി ക്ലാസ്സുകൾ എല്ലാ എപ്പിസോഡുകളും സ്കിപ്പ് ചെയ്യാതെ കാണാൻ പറ്റണം കേട്ടോ. ഈ സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ അടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ടൂൾസ് കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അത് അങ്ങ് വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഈ ഒരു പൂട്ട് ഉണ്ടാക്കിയില്ല. ആ പൂട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കാം കേട്ടോ. വളരെ കൃത്യമായി ഒരു പൂട്ടും കൂടി ഉണ്ടാക്കിയെടുത്ത് നോക്കാം. അതുപോലെ ഇതിൻ്റെ ഒരു കേസും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ബെൽറ്റ് പോലെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ആ ബെൽറ്റും കൂടി എടുക്കുക. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ പൂട്ട് ഇതിൻ്റെ മുകളിലാണ് ഉണ്ടായിരുന്നത്. പൂട്ടിൻ്റെ ഈ റിങ് ഇതിൻ്റെ മുകളിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കുറച്ച് താഴോട്ട് ഇറക്കി വെക്കാം കേട്ടോ. ഞാനത് ചെയ്തതിലൊരു മിസ്റ്റേക്ക് വന്നതാണ്. അപ്പോൾ അത് ഒബ്സർവ് ചെയ്തിട്ട് വേണം നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മോഡലിനാ കണ്ടോ, വളരെ ഈസി ആയിട്ട് എത്ര പെട്ടെന്നാണ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയെടുത്ത് നമ്മളപ്പോൾ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ പഠിച്ചെടുത്താൽ മോഡലിംഗ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. കുറേ ടൂളുകളും കുറേ ഓപ്ഷനുകളും പഠിച്ചിട്ട് നിങ്ങൾ ഒന്നും ആവാൻ പോകുന്നില്ല. കാരണം നിങ്ങൾക്ക് കൺഫ്യൂസ് കൂടുതൽ വരും. ആ ഒരു ഒബ്ജക്റ്റിനെ അതിൻ്റെ ഷേപ്പിൽ നിലനിർത്താൻ വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത് മാത്രമേ നിങ്ങൾ വളരെ കൃത്യമായി ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിന് സ്റ്റാർട്ടിങ് തൊട്ടൊരു കാര്യം കൂടി പറയാം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നമുക്ക് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റെൻഡർ ഔട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആംബിയൻറ്റ് ഒക്ലൂഷൻ വയർ ഫ്രെയിം. എന്താണ് ആംബിയൻറ്റ് ഒക്ലൂഷൻ, എന്താണ് വയർ ഫ്രെയിം, ഇതാണ് നമ്മളിത് പഠിക്കാൻ പോകും. സാധാരണ രീതിയിൽ റെൻഡർ ഔട്ട് എടുക്കുമ്പോഴേ ആദ്യത്തെ ടെക്സ്ചറിങ് ഡിപ്പാർട്ട്മെന്റിൽ, ടെക്സ്ചറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ ഇതൊരു ഇരുമ്പ് പെട്ടിയല്ലേ. അപ്പോൾ ഈ ഇരുമ്പ് പെട്ടിക്ക് ഒരു പഴയ കാല ഇരുമ്പ് പെട്ടിയാകുമ്പോൾ അതിന് തുരുമ്പും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ അതിന് ചില തുരുമ്പുകൾ കുറച്ച് പൊന്തി നിൽക്കുന്നുണ്ടാവും, പെയിന്റുകൾ അടന്നുപോയ ഭാഗങ്ങളുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ടെക്സ്ചറിങ് ക്ലാസ്സിന് നമുക്ക് പഠിക്കാം. അപ്പോൾ അതിനു മുമ്പേ ഈ ടെക്സ്ചറിങ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഈ ഒരു സാധനം ഒബ്ജക്റ്റ് നമ്മൾ ചെയ്തിട്ട് അതിന് കൊടുക്കുന്നതിന് മുമ്പേ ആംബിയന്റ് ഒക്ലൂഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലതാണ്. കാരണം നമ്മൾ എവിടെയെങ്കിലും ചെക്ക് ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ എവിടെയെങ്കിലും പൊട്ടിപ്പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതൊക്കെ കാണാൻ. ഇപ്പോൾ നമ്മൾ ഒരു ടെക്സ്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റൂല. സ്മൂത്ത് ചെയ്ത് കഴിഞ്ഞാലും കാണാൻ പറ്റൂല. എവിടെ എന്തൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടോ കാണാൻ പറ്റൂല. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ ആംബിയന്റ് ഒക്ലൂഷൻ ഒന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ആംബിയന്റ് ഒക്ലൂഷൻ എന്ന് പറഞ്ഞാൽ വൈറ്റ് കളറാണ്. അത് ചിത്രത്തിൽ കാണിക്കാം. ഞാൻ ആംബിയന്റ് ഒക്ലൂഷൻ എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് ചിത്രങ്ങളുണ്ട് കണ്ടോ. ഇതുപോലെ വൈറ്റ് കളറിലാണ് ആംബിയന്റ് ഒക്ലൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള റെൻഡർ ഔട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആംബിയന്റ് ഒക്ലൂഷനിൽ നമ്മൾ ചെയ്തിരിക്കുന്ന എന്തെങ്കിലും വർക്ക് കാര്യങ്ങൾ അതിലുള്ള എന്തെങ്കിലും ബ്ലാക്ക് അല്ലെങ്കിൽ പൊട്ടിപ്പോയിട്ടുണ്ടോ, ഫേസ് പൊട്ടിപ്പോയിട്ടു. ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ വെർട്ടെക്സ് എല്ലാം പൊട്ടിപ്പോയിട്ടുണ്ടോ, സെഗ്മെന്റ് ഫ്ലോ ഇല്ലെങ്കിലോ നമുക്ക് ബ്ലാക്ക് ആയിട്ട് കാണും. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു ബ്ലാക്ക് ആയിരിക്കും. അതായത് ഈ കാണുന്നതിൻ്റെ അടിയിൽ കണ്ടോ, ഇത് ഷെയ്ഡാണ്. ഈ ഷാഡോ പോലെ ബ്ലാക്ക് ആയിട്ട് കാണും. അപ്പോൾ ബ്ലാക്ക് ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതല്ല കേട്ടോ, ഈ ബ്ലാക്ക് അല്ല, ഈ ഷാഡോ അല്ല, ഇത് ഷാഡോ ആണ്. ഫേസിൽ തന്നെ നമ്മൾ ഈ ഒബ്ജക്റ്റിൽ തന്നെ നമുക്ക് ഒരു ബ്ലാക്ക് ആയിട്ട് കാണും. ഒരു റെൻഡർ ഔട്ട് ഒരു ക്ലിയർ ഇല്ലാത്ത കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ ഒബ്ജക്റ്റിന് എവിടെയെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ട്, നമ്മൾ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും പോളി മോഡലിങ്ങിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും എഡ്ജസിലോ വെർട്ടെക്സിലോ ഒന്നും കൂടുതൽ വെർട്ടെക്സോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ട്രയാങ്കിൾസ് ആയിട്ടോ അല്ലെങ്കിൽ 5 എഡ്ജ് ആയിട്ടോ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥ കാണിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഈ ഒരു സാധനം വെച്ചിട്ടാണ്, ആംബിയന്റ് ഒക്ലൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു സാധനം വെച്ചിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ആംബിയന്റ് ഒക്ലൂഷൻ ഒരു വയർ ഫ്രെയിം നമ്മളെ കയ്യിൽ നമുക്ക് ഉണ്ടാവണം. കാരണം നമ്മൾ ഇപ്പം നിർബന്ധമായ ഒരു ഇന്റർവ്യൂവിലെല്ലാം പോയിട്ടുണ്ടെങ്കിൽ ഇന്റർവ്യൂവിലെല്ലാം നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ നമ്മളെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളെ ആ ഒബ്ജക്റ്റും നമ്മളെ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ആ ഒബ്ജക്റ്റും അതിൻ്റെ വയർ ഫ്രെയിം അതിൻ്റെ സെഗ്മെന്റ്സുകൾ എങ്ങനെ ഉപയോഗിച്ച്. ഇപ്പം സ്മൂത്ത് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിരിക്കും അല്ലേ, സ്മൂത്ത് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലല്ലേ ഇവിടെ സെഗ്മെന്റ്സ് കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് കാണും. അപ്പോൾ സ്മൂത്ത് അല്ലാതെ നിങ്ങൾ എങ്ങനെയാണോ ആ മോഡൽ ഉണ്ടാക്കി അതിൻ്റെ പ്രോക്സി എങ്ങനെയാണ് ഉണ്ടാക്കിയ ലോപ്പോളി എങ്ങനെ ഉണ്ടാക്കിയ ആ ലോപ്പോളി തന്നെയാണ് അവർക്ക് കാണിക്കാൻ പറ്റേണ്ടത് വയർ ഫ്രെയിമായിട്ട്. അപ്പോൾ വയർ ഫ്രെയിം വേറെ കണ്ടോ, വയർ ഫ്രെയിം ഡിഫ്യൂസും വേറെ. വയർ ഫ്രെയിം നിങ്ങൾ വേറെ തന്നെ എടുക്കണം. അതുപോലെ ആംബിയന്റ് ഒക്ലൂഷൻ നിങ്ങൾ വേറെ തന്നെ എടുക്കണം. അപ്പോൾ കുറേ സാധനങ്ങൾ പഠിക്കാനില്ല. നമുക്ക് ടെക്സ്ചറിങ് പഠിക്കുന്ന സമയത്ത് നമുക്ക് മെറ്റീരിയൽസിന് കുറേ സാധനങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പം നമുക്ക് ആംബിയന്റ് ഒക്ലൂഷൻ വയർ ഫ്രെയിം എന്താണെന്ന് പഠിക്കാൻ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങൾക്ക് ഈ വർക്ക് ചെയ്യാനുള്ളൊരു സുഖം തോന്നും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇതിങ്ങനെ ഉണ്ടാക്കി ഇത് റെൻഡർ ഔട്ട് എടുക്കാതെ ഇനി ടെക്സ്ചർ ചെയ്യണമല്ലോ എന്നുള്ളൊരു നിങ്ങൾക്ക് പ്രയാസം തോന്നും. അപ്പോൾ
ഇതാ നമ്മളെ വർക്ക് ചെയ്യാൻ പോകും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെല്ലാം ചെയ്യണം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതെല്ലാം പഠിച്ചതാണ്. എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഇതിപ്പം ആംബിയന്റ് ഒക്ലൂഷൻ വയർഫ്രെയിം എടുക്കാനാണ് പോകുന്നത്. അപ്പം ഞാൻ ആംബിയന്റ് ഒക്ലൂഷൻ ആദ്യം എടുക്കാൻ വേണ്ടിയിട്ട് ഇതിനെ സ്മൂത്ത് ചെയ്യണം. എന്ത് ചെയ്യണം? സ്മൂത്ത് ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഇത് മൊത്തം സെലക്ട് ചെയ്തു, ഷിഫ്റ്റ് പ്രസ് ചെയ്തു. ഒന്ന് കമ്പൈൻ ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഇതിപ്പോൾ കമ്പൈൻ ആണോ നോക്കണം കേട്ടോ. ഇത് കമ്പൈൻ അല്ല, കണ്ടോ, എല്ലാം ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ടുള്ള, കണ്ടോ, ഇതെല്ലാം ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ടാണ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടോ, എല്ലാം ഡിഫറെൻറ്റ് പാർട്സ് ആണ്, കണ്ടോ, എല്ലാം ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ടാണ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും എല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്താൽ പൂട്ട് ഞാൻ നിങ്ങളെ ചെയ്ത് കാണിച്ചില്ല. ജസ്റ്റ് ഇതാ ഇതിൻ്റെ ഒരു പൂട്ടിൻ്റെ ഡീറ്റെയിൽഡ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് ആ ഒരു ഒബ്ജക്റ്റിനെ എങ്ങനെ നമുക്ക് റെൻഡർ ചെയ്തിട്ട് എടുക്കാൻ പറ്റും, ആ ഒരു ക്വാളിറ്റി കണ്ടോ, ചെരിച്ചിട്ടെല്ലാം വെച്ചിട്ടുണ്ടോ, ഒരു ഒറിജിനാലിറ്റി തോന്നിക്കാൻ വേണ്ടി ആ ഒരു ചെരിച്ച് വെച്ചിട്ടുണ്ട്, കണ്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ നമുക്ക് ഇതിപ്പോ ഈ ഒരു ഒബ്ജക്റ്റിന് ഇപ്പോൾ ക്യാരക്ടർ വരുന്നത്, ചിലപ്പോൾ ക്യാരക്ടർ ഇതിന്റെ മുകളിൽ ഇരിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആനിമേഷൻ ചെയ്യുന്ന ഒരു സാധനം, അല്ലെങ്കിൽ ക്യാരക്ടർ ഇത് തള്ളിക്കൊണ്ടു പോകുന്ന ഒരു സീൻ ഉണ്ടാക്കണോ, അല്ലെങ്കിൽ ക്യാരക്ടർ തലയിൽ വെച്ച് കൊണ്ടുപോകുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാറ് ചെയ്തിട്ടുണ്ട്, ആ കാറിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന പെട്ടിയാണെന്നോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇന്റീരിയർ പോലെ ഒരു കാർട്ടൂൺ രീതിയിൽ ചെയ്തിട്ടുണ്ട്, അതിലിരിക്കുന്ന ഇത് അസറ്റ്സ് ആണോ, BG എൻവയറമെന്റൽ ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള സാധനമാണോ, എന്ത് വേണമെന്ന് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യണമെന്നേ ഇല്ല. ഞാനിപ്പോൾ ഇതൊരു ചിത്രത്തിൽ ജസ്റ്റ് ആ കണ്ട ചിത്രത്തിലുള്ള പോലെ അല്ല ചെയ്തിരിക്കുന്നത്. ഞാൻ എൻ്റെതായിട്ടുള്ളൊരു സ്റ്റൈലിലാണ് ഈ ഒരു ഒബ്ജക്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം നിങ്ങളെ സ്റ്റൈലിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതെല്ലാം എങ്ങനെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ട്രിക്കല്ല ഞാൻ പറഞ്ഞു തന്നിരുന്നത്, എങ്ങനെ ചെയ്യേണ്ടത്. കണ്ടോ, ഇത് നമ്മൾ ഡീറ്റെയിൽഡ് അല്ലെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു വിചാരിക്കുന്ന ഇതിന് ഇത് തുറക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ, കണ്ടോ, ആ ഒരു ഗ്യാപ്പെല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനെ മൊത്തം ആംബിയന്റ് ഒക്ലൂഷൻ ചെയ്യുന്നതിന് മുമ്പേ സ്മൂത്ത് ചെയ്തെടുക്കുക. അതിനെന്ത് ചെയ്യുക? കമ്പൈൻ ചെയ്തെടുക്കുക. നിങ്ങൾ കമ്പൈൻ ആകുമ്പോൾ എളുപ്പ വഴി, ആദ്യം നിങ്ങൾ ഇത് കമ്പൈൻ ചെയ്യുക. സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കമ്പൈൻ ചെയ്യുക. കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മോഡിഫൈയിൽ പോയിട്ട് സെൻറ്റർ പോയിന്റ് ചെയ്യുക. എന്നിട്ട് കൺട്രോൾ എ 2 തവണ അടിക്കുമ്പോൾ ചാനൽ ബോക്സ് വരും. ഇവിടെ നമുക്ക് നമ്മുടെ ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ നോക്കണം. ഹിസ്റ്ററി ഒന്നുമില്ല, എല്ലാം 0 ഹിസ്റ്ററിയിലുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക? ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓപ്ഷൻ കിട്ടും, അവിടെ സ്മൂത്ത് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഇതാണ് സ്മൂത്ത് ആയിട്ടില്ല, കണ്ടോ, ഇപ്പൊ സ്മൂത്ത് ആയിട്ടുണ്ട്, കണ്ടോ. ഇത് സ്മൂത്ത് ശരിക്കും കാണുന്നത് നമ്മളെ ആ വയർ ഫ്രെയിം ഷെയ്ഡിന്റെ മുകളിൽ ഓഫ് ചെയ്യുക, കണ്ടോ, സ്മൂത്ത് ആയിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഒരു ചിത്രം കൊടുക്കാൻ പറ്റില്ല. ആംബിയന്റ് ഒക്ലൂഷൻ വയർ ഫ്രെയിം കൊടുത്തിട്ട് നമുക്ക് ഇത് ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇതിപ്പോൾ നമ്മൾ സ്മൂത്ത് എല്ലാം ചെയ്ത് വളരെ ഭംഗിയായി വെച്ചിട്ടുണ്ട്. നമുക്ക് സ്മൂത്ത് വേണമെങ്കിൽ ഇവിടെ 0 അടിക്കാം കേട്ടോ. വയർ ഫ്രെയിം ചെയ്യണമെങ്കിൽ സ്മൂത്ത് ഔട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സ്മൂത്ത് ചെയ്യുന്നത് ആംബിയന്റ് ഒക്ലൂഷന്. ഏതാണ് ആംബിയന്റ് ഒക്ലൂഷൻ? ഇതാണ് ആംബിയന്റ് ഒക്ലൂഷൻ. അതായത് അങ്ങനെ ടെക്സ്ചർ ചെയ്യുന്നതിന് മുമ്പേ തൊട്ട് മുമ്പേ നമ്മൾ കൊടുക്കുന്ന റെൻഡറിങ് ഔട്ടാണ് നമ്മളെ ആംബിയന്റ് ഒക്ലൂഷൻ. അപ്പോൾ ആംബിയന്റ് ഒക്ലൂഷൻ നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീടാണ് നമ്മൾ ഇതിനെ വയർ ഫ്രെയിം ആകുന്നത്, കണ്ടോ. മൊത്തത്തിൽ വയർ ഫ്രെയിം അപ്പോൾ നമുക്ക് കാണാൻ പറ്റും, കണ്ടോ, നമ്മൾ എങ്ങനെയാണ് ഈ ഒബ്ജക്റ്റ് ചെയ്തിരിക്കുന്നതിലെ ആ ഡീറ്റെയിൽഡ് എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. മനസ്സിലായില്ല? അപ്പോൾ ഇത് രണ്ടും നമുക്ക് എന്തായാലും നിർബന്ധമായി കൊടുക്കേണ്ട ഒരു സാധനമാണ്. നമ്മൾ പോർട്ട്ഫോളിയോ കൂടി നമുക്ക് വേണ്ടതല്ലേ, അപ്പോൾ അതിനനുസരിച്ച് ചെയ്യേണ്ട ഒരു സാധനമാണ്. അപ്പോൾ നമ്മളിത് ചെയ്തു, ഇതിലൊന്നും വേറെ ഒന്നും ചെയ്തില്ല. ഇനി ഇതിൻ്റെ ഒരു ഫ്ലോർ വേണം. ഒരു ഫ്ലോർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഫ്ലോർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ടോപ്പ് വ്യൂവിൽ പോയിട്ട് നമുക്കറിയുന്ന ടൂൾ ഉണ്ടല്ലേ, ഇവിടെ നോക്കിയേ. ഇവിടെ പോളി മോഡലിംഗ് ടൂളിൽ നമ്മുടെ സ്പിയർ, ക്യൂബ്, സിലിണ്ടർ, കോണ്, അതുപോലെ നമ്മുടെ ടോറസ്, അതുപോലെ നമ്മുടെ പ്ലെയിൻ, അതുപോലെ നമുക്ക് ഡിസ്ക്, ഇതെല്ലാം ഉപയോഗിക്കാം. അപ്പോൾ ഡിസ്ക് ഉപയോഗിക്കാം. പ്ലെയിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ റെൻഡർ ഔട്ട് എടുക്കുമ്പോൾ പ്രശ്നം എന്താ പറയുക, ഞാനിപ്പോൾ കാണിച്ചു തരാം. പ്ലെയിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ റെൻഡർ ഔട്ട് എടുക്കുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടോ, ഇങ്ങനെയൊക്കെ നമ്മൾ എടുത്ത് റെൻഡർ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അറ്റങ്ങ് കാണും, കണ്ടോ, ഈ ഒരു കോണ് ഇതിന്റെ റെൻഡർ ഔട്ടിൽ കാണും. അപ്പൊ അതൊരു ബോറാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഡിസ്ക് ഇട്ടിട്ട് വർക്ക് ചെയ്യുന്നത് കുറച്ചും കൂടി ബെറ്റർ. ഡിസ്ക് ഇടാം. ഇപ്പൊ ഡിസ്ക് ഇട്ടിട്ടുണ്ട്, കണ്ടോ. ഡിസ്ക് മാക്സിമം ഞാൻ ഒന്ന് ഇതാക്കിയിട്ടുണ്ട്. മാക്സിമം കുറച്ച് ഇതാക്കാം, കണ്ടോ. ഇത് എങ്ങനെ കറക്കി കഴിഞ്ഞാൽ ആ കോണ് കാണൂല ഡിസ്കിൽ. ആ ഡിസ്കിനെ കൊണ്ടുള്ളൊരു ഗുണമാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഡിസ്കിന് നമ്മൾ പേര് കൊടുത്തിട്ട് തന്നെ ചെയ്യണുണ്ടോ. ഇതിന് നമുക്ക് അത് പേര് കൊടുക്കാം. ഞാനിത് ചെയ്തിട്ടില്ല, നിങ്ങൾ പേര് കൊടുത്ത് ചെയ്യാം. ഔട്ട്ലൈനുകൾ പേര് കൊടുക്കുക. എന്താണ് ഇത് മൊത്തത്തിലൊന്ന് ഇത് ചെയ്യുക. നിങ്ങൾ സൂട്ട് കേസ് ഇതിൽ കുറേ എണ്ണം ഉണ്ട്, അതെല്ലാം കൂടി ഒന്ന് ഗ്രൂപ്പ് ചെയ്തിട്ടാൽ മതി. ഇതെല്ലാം കൂടിയിട്ട് ഒരുമിച്ചിട്ടുള്ളതാണ്. എല്ലാം കൂടി ഒന്ന് ഗ്രൂപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സാധനം ഔട്ട്ലൈനുകൾ അങ്ങനെ കാണാൻ പറ്റും.
കൺട്രോൾ ജി പ്രസ് ചെയ്താൽ മതി. മനസ്സിലായില്ല? എല്ലാം കൂടി ഗ്രൂപ്പായി. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ ചെയ്യുക, സൂട്ട് കേസ്, അയൺ സൂട്ട് കേസ്, അയൺ സൂട്ട് കേസ്, അയൺ സൂട്ട് കേസ് എന്താണ് ഔട്ട്ലൈനർ, വിൻഡോയിൽ ഔട്ട്ലൈനർ. ഇത് നമുക്ക് നിർബന്ധമായിട്ട് വേണ്ടതാണ് ഒബ്ജക്റ്റിന്റെ പേരും കാര്യങ്ങളും. അതായത് ഫ്ലോർ എന്ന് പേര് കൊടുക്കുക. അത് ഞാൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഡിസ്കിനാ ഫ്ലോർ എന്ന് പേര് കൊടുക്കുക. കണ്ടോ, അത് മൊത്തമായി. അയൺ സൂട്ട് കേസ് ഉണ്ട് കയ്യിൽ, ഇതുമായി ഫ്ലോർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണുന്നില്ലേ നമ്മൾ ഫ്ലോർ കൊടുത്ത പേര്. അതുപോലെ ഇവിടെ കൊണ്ടോ അയൺ സൂട്ട് കേസ് എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുക്കാട്ടോ, ആണെങ്കിൽ ഇവിടെയും കൊടുക്കാം. നിങ്ങൾക്ക് മൊത്തത്തിലുള്ളത് ഗ്രൂപ്പിലേക്ക് പോകേണ്ടതാണ്. ഔട്ട്ലൈനറിൽ കാണിക്കും കേട്ടോ. അയൺ സൂട്ട് കേസ്, അയൺ സൂട്ട് കേസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? അപ്പൊ ഇനി ഇത് ഡിലീറ്റ് ചെയ്യരുത് കേട്ടോ. ഹിസ്റ്ററി ഇനി ഡിലീറ്റ് ചെയ്യരുത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, സ്മൂത്ത് ചെയ്തിട്ട് നിങ്ങൾ ഒരിക്കലും ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യരുത്. കാരണം നമുക്ക് വീണ്ടും അൺസ്മൂത്ത് ചെയ്താൽ മാത്രമേ, നമുക്ക് സ്മൂത്ത് ഔട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമല്ലേ, നമുക്ക് വയർ ഫ്രെയിം എടുക്കാൻ പറ്റൂ. അപ്പൊ നിങ്ങൾ ദയവ് ചെയ്ത് സ്മൂത്ത് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ മാത്രമേ നിങ്ങൾ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യാവൂ. ഹിസ്റ്ററി സ്മൂത്ത് ചെയ്തിട്ട് ഒരിക്കലും ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യരുത്. ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വെളിയിലേക്ക് വരാൻ പറ്റൂല. ഒബ്ജക്റ്റിന് അതുപോലെ തന്നെ വെക്കേണ്ടി വരും. പിന്നെ സ്മൂത്തിൽ അത്ര ഹൈ സെഗ്മെന്റിൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരും. മനസ്സിലായില്ല? അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, സ്മൂത്ത് ഔട്ട് ചെയ്തിട്ട് മാത്രമേ ഹിസ്റ്ററി ഡിലീറ്റ് ആകാവൂ. സ്മൂത്ത് ചെയ്തിട്ട് ഒരിക്കലും ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യരുത്. ഓക്കെ, അത് നിർബന്ധമായി ഓർമ്മിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനെ സ്മൂത്ത് ചെയ്യുക. ഈ ഫ്ലോറിനെ സ്മൂത്ത് ചെയ്യേണ്ട എല്ലാ ഒബ്ജക്റ്റുകളും സ്മൂത്ത് ആയിരിക്കണം. ഫ്ലോറിനെ ഞാൻ സ്മൂത്ത് ചെയ്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ രണ്ടും ഞാൻ സ്മൂത്ത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ മുകളിൽ ഈ എക്സ്ട്രാ പെട്ടി ഇതിന്റെ മുകളിൽ ഒന്നുകൂടി കയറ്റി വെക്കാട്ടോ. ഇതിന്റെ ഒരു കോപ്പി എടുത്തൊന്ന് ചെരിച്ച് വെച്ചാൽ പോലെ. മനസ്സിലായില്ലേ? നിങ്ങളെ സ്റ്റൈലിൽ ചെയ്യുക. ഞാനിപ്പോൾ ഇതിങ്ങനെ പറഞ്ഞിരുന്നില്ല. ഈ ഔട്ട്ലൈനിൽ ഇത് വേണ്ട, ഞാൻ ഇത്രയും ഇതാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിന് മെറ്റീരിയൽ, ഒരു ആംബിയന്റ് ഒക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയൽ ഇതിൽ ആഡ് ചെയ്യണം. എന്നാൽ മാത്രമേ ആ വൈറ്റ് കളറിൽ കാണാൻ പറ്റൂ. മനസ്സിലായില്ലേ? നമ്മുടെ എൻജിൻ എന്ന് പറഞ്ഞാൽ അർണോൾഡ് എൻജിനാണ്, റെൻഡറിങ് എൻജിൻ. അപ്പോൾ പിന്നെ നിങ്ങൾ ഇവിടെ വിൻഡോസിൽ സെറ്റിംഗ് പ്രിഫറൻസിൽ പ്ലഗിൻ മാനേജർ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. വിൻഡോസിൽ മെനു ബാറിൽ വിൻഡോസിൽ സെറ്റിംഗ് പ്രിഫറൻസിൽ പ്ലഗിൻ മാനേജർ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, MTOA കണ്ടോ, MTOA എന്ന് കൊടുക്കുമ്പോൾ അവിടെ MTOA വന്നിട്ടുണ്ടാവും. MTOA.ml, അതായത് അർണോൾഡിന്റെ പ്ലഗിൻ ആണ് MTOA പ്ലഗിൻ. എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ലോഡഡും ഓട്ടോ ലോഡഡും കൊടുക്കുക. ആദ്യം ഓട്ടോ ലോഡഡ് കൊടുക്കരുത്, ചിലപ്പോൾ സിസ്റ്റം ഹാങ് ആയി പോകാൻ സാധ്യതയുണ്ട്. ലോഡഡ് കൊടുത്ത് കുറച്ച് കഴിഞ്ഞ ശേഷം ഓട്ടോ ലോഡഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടെ അർണോൾഡ് നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ അർണോൾഡ് പ്ലഗിൻസ് ഒന്നും നിങ്ങൾക്ക് കിട്ടൂല. പലതും നമ്മൾ പ്ലഗിൻസ് ആഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ പ്ലഗിൻസ് എല്ലാം കൂടി ലോഡഡ് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി നിങ്ങൾക്ക് വേണ്ടാത്ത സാധനം പ്ലഗിൻസ് എല്ലാം കൂടി ആഡായി നിങ്ങളുടെ സിസ്റ്റം വളരെ സ്ലോ ആയിരിക്കും വർക്ക് ചെയ്യാൻ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമ്മൾ ഒരു കൃത്യനിഷ്ഠയോട് കൂടി വർക്ക് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ ഇത് നമുക്ക് അർണോൾഡ് വേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ അർണോൾഡിൽ പോയിട്ട് ഓപ്പൺ റെൻഡർ വ്യൂ, അതായത് റെൻഡർ ഔട്ട് എടുക്കേണ്ട ഒരു വ്യൂ ആണ് ഓപ്പൺ റെൻഡർ വ്യൂ. ഓപ്പൺ റെൻഡർ വ്യൂ, അർണോൾഡ് റെൻഡർ വ്യൂ ക്ലിക്ക് ചെയ്തിട്ട് പ്ലേ, ഇവിടെ കണ്ടോ ഒരു പ്ലേ ബട്ടൺ ഉണ്ടോ. അതായത് നമ്മുടെ അർണോൾഡിന്റെ ഈ ഒരു ടാബ് വരണമെങ്കിൽ നമ്മൾ MTOA എന്ന് പറഞ്ഞിട്ട് സെറ്റിംഗ് പ്രിഫറൻസിൽ പ്ലഗിൻ മാനേജറിൽ കൊടുക്കണം അല്ലേ. അതിൽ കൊടുത്തതിന് ശേഷം അർണോൾഡ് വന്നതിന് ശേഷം ടിക്ക് കൊടുത്തതിന് ശേഷം ലോഡഡ് കൊടുത്തിട്ടേ ഓട്ടോ ലോഡഡ് കൊടുക്കാവൂ. അതിനുശേഷമാണ് നമ്മളിവിടെ റെൻഡർ അല്ല, ഓപ്പൺ അർണോൾഡ് ബ്യൂട്ടി റെൻഡർ എന്ന് പറയും. ബ്യൂട്ടി റെൻഡർ എടുത്തിട്ട് പ്ലേ ചെയ്യുക. ഇവിടെ ഒരു പ്ലേ ബട്ടൺ ഉണ്ട് കണ്ടോ. ഇപ്പോൾ എന്തുകൊണ്ട് ഇവിടെ ഇരുട്ടായി കാണിക്കുന്നത്, ഇവിടെ ലൈറ്റ് ഒന്നും ഇല്ല. നമ്മൾ ലൈറ്റ് ഒന്നും പഠിച്ചിട്ടുമില്ല, ലൈറ്റ് ഒന്നും അപ്ലൈ ചെയ്തിട്ടുമില്ല, ടെക്സ്ചർ അപ്ലൈ ചെയ്തിട്ടുമില്ല. പിന്നെ എങ്ങനെ നമുക്ക് ഔട്ട് കിട്ടും? ഇല്ല. അപ്പോൾ ഇങ്ങനെ മാത്രമേ, ഈ ഒരു നിഴല് മാത്രമേ അവിടെ ഇല്ലൂ. അത് നമുക്ക് കാണാൻ പറ്റില്ല. ജസ്റ്റ് മൗസ് എടുത്തിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ആ ഒരു നിഴല് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് കാര്യമുണ്ട് ഇങ്ങനെയാണോ റെൻഡർ എടുക്കേണ്ടത്? അല്ല. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഇതിൽ പഠിക്കാനുണ്ട്. ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ മെറ്റീരിയൽ അപ്ലൈ ചെയ്യുക. മെറ്റീരിയൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. അപ്പം ഇതിപ്പോൾ നമുക്ക് ഇതിന്റെ ഔട്ട് എടുക്കാൻ പഠിക്കണം. നിങ്ങൾ വർക്ക് ചെയ്തിട്ട് ഒരു മോഡലിംഗ് അനാലിസിസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ എല്ലാം ചെയ്ത് അതിനെ ആംബിയന്റ് ഒക്ലൂഷൻ വയർ ഫ്രെയിം എടുത്ത് നിങ്ങൾ സെറ്റാക്കി വെച്ച് പിന്നീട് നിങ്ങൾ ടെക്സ്ചർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് UV മാപ്പ് എല്ലാം ചെയ്ത് വളരെ ഭംഗിയായി സബ്സ്റ്റൻസിലോ ഫോട്ടോഷോപ്പിലോ പോയി നിങ്ങൾക്ക് ടെക്സ്ചർ ചെയ്യാം. അത് വേറൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. മനസ്സിലല്ലേ? റിഗിങ് ഡിപ്പാർട്ട്മെന്റ് വേറെ, ആനിമേഷൻ ഡിപ്പാർട്ട്മെന്റ്, അപ്പോൾ പല ഡിപ്പാർട്ട്മെന്റ്, ലൈറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് വേറെ. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരും. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ഒബ്ജക്റ്റിന് നിങ്ങൾ മെറ്റീരിയൽ അപ്ലൈ ചെയ്യണം. മെറ്റീരിയൽ അപ്ലൈ ചെയ്യുന്നത് നോക്കിയേ, വിൻഡോസിൽ ഇവിടെ കണ്ടോ റെൻഡറിങ് എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. റെൻഡറിങ് എഡിറ്റേഴ്സ് ഓപ്ഷനിൽ ഹൈപ്പർ ഷെയ്ഡ് പറയും. ഇപ്പോൾ 3ds Maxൽ ആകുന്ന മെറ്റീരിയൽ എഡിറ്റർ എന്ന് പറയും. ഇത് ഹൈപ്പർ ഷെയ്ഡ് ആണ്. ഹൈപ്പർ ഷെയ്ഡ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഹൈപ്പർ ഷെയ്ഡ് കണ്ടോ, കുറേ ബോളും കാര്യങ്ങളും ഡിഫോൾട്ട് മെറ്റീരിയൽസ് ആണ് ഈ കാണുന്ന സാധനം.
ഉണ്ടോ? അതായത് നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ഒരു ഷെയ്ഡില്ലേ, അതായത് ഈ കളർ ഈ ഒബ്ജക്റ്റിന് ഈ ഒരു ഡിഫോൾട്ടായിട്ട് പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ എല്ലാത്തിലും വ്യൂവിലും കാണാൻ പറ്റുന്ന ഒരു കളർ ഇല്ലേ, ഈ കളർ ഉണ്ടായ കളറാണ് ഈ ലാംബർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. കണ്ടോ? ഈ ലാംബർട്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പം നിങ്ങൾ ഒബ്ജക്റ്റിൽ ഒരിക്കലും ഇത് പിടിച്ച് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ ഈ 3 ഷെയ്ഡറും നിങ്ങൾ ഒരിക്കലും കളയരുത്. നിർബന്ധമായിട്ട് ഇവിടെ തന്നെ ഉണ്ടായിക്കോട്ടെ. ഇത് നിങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല, അവിടെ തന്നെ നിന്നോട്ടെ. ഹൈപ്പർ ഷെയ്ഡിലാണ് വിൻഡോസിൽ സെറ്റിംഗ് പ്രിഫറൻസിൽ ഇവിടെ സെറ്റിംഗ് പ്രിഫറൻസിലല്ല, റെൻഡറിങ് എഡിറ്റേഴ്സിൽ ഹൈപ്പർ ഷെയ്ഡ്. അപ്പോൾ സെറ്റിംഗ് പ്രിഫറൻസ് പോയി പ്ലഗിൻ മാനേജർ നിങ്ങൾ MTOA എടുത്താൽ മാത്രമേ അർണോൾഡ് റെൻഡർ കാണാൻ പറ്റൂ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ 3 കാണുന്ന ഈ 3 നിങ്ങൾ ഒരിക്കലും ഒന്നും ചെയ്യരുത്, അത് അവിടെ തന്നെ നിന്നോട്ടെ. അപ്പോൾ ഇത് ഇത്രയും വലിയൊരു ബോക്സിൽ നമ്മളിപ്പോൾ പഠിക്കുന്നില്ല, അത് വയർ ഫ്രെയിമിന്റെ സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ തന്നെ പറയും ക്ലാസ്, അപ്പം മനസ്സിലാവും നിങ്ങൾക്ക്. അപ്പൊ ഇതിൽ നമുക്ക് ഒന്നും തുടരണ്ട. ഇപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് പറഞ്ഞുതരാം. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഷിഫ്റ്റ് പ്രസ് ചെയ്യണ്ട കേട്ടോ. നമ്മൾ വെറും ഓപ്ഷൻ മാത്രം വരുന്നുണ്ട്, റൈറ്റ് ബട്ടൺ ആണ്. നമ്മൾ ആദ്യം പഠിച്ചിരുന്നല്ലോ വെർട്ടെക്സ്, ഫേസ്, എഡ്ജസ് എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പൊ ഇതിന്റെ നേരെ താഴെ അസൈൻ ന്യൂ മെറ്റീരിയലിൽ പോവുക. അസൈൻ ന്യൂ മെറ്റീരിയൽ ആണ് ഇതെല്ലാം പഠിക്കുക. അസൈൻ ഫേവറേറ്റ് എന്നാണ്, എക്സിസ്റ്റ് എന്നാണെന്നെല്ലാം പറഞ്ഞാൽ അതിന്റെ വരും ക്ലാസ്സുകളിൽ. അസൈൻ ന്യൂ മെറ്റീരിയലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടാബ് ഇവിടെ കാണാൻ പറ്റും. അതായത് നിങ്ങൾ വിൻഡോസിൽ ഇവിടെ നിങ്ങൾ റെൻഡറിങ് എഡിറ്റേഴ്സിൽ ഹൈപ്പർ ഷെയ്ഡിൽ നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡ് കാണാൻ പറ്റുന്നത് ഈ ടാബ് തന്നെയാണ് അവിടെ വന്നത്. ഇത്രയും വലുതും കാണിച്ചിട്ട് നിങ്ങളെ കൺഫ്യൂസ് ആക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന എഞ്ചിൻ ഏതാണ്? റെൻഡറിങ് എഞ്ചിന്റെ പേരാണ് അർണോൾഡ്. മനസ്സിലായില്ലേ? മെന്റൽ റേ മുമ്പുണ്ടായിരുന്ന എഞ്ചിനാണ്. അതുപോലെ പല റെൻഡറിങ് എഞ്ചിനുകളും നമുക്കുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് റെൻഡറിങ് എഞ്ചിൻ അർണോൾഡാണ് ബെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്, ബ്യൂട്ടി റെൻഡറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അർണോൾഡിൽ ഷെയ്ഡറിൽ ക്ലിക്ക് ചെയ്യുക. അർണോൾഡിൽ ഷെയ്ഡിൽ ക്ലിക്ക് ചെയ്യുക. അത് ഇവിടെ ഷെയ്ഡിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ സർഫസ് എന്ന് പറഞ്ഞ് കാണും. അല്ലെങ്കിൽ അർണോൾഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അർണോൾഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആംബിയന്റ് ഒക്ലൂഷൻ, അത് കണ്ടോ, AI ആംബിയന്റ് ഒക്ലൂഷൻ. അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്, നമുക്ക് ആവശ്യം വരുന്ന എടുക്കാം. AI ആംബിയന്റ് ഒക്ലൂഷൻ ആവശ്യം വരുന്ന പറഞ്ഞാൽ ഇപ്പം അല്ല, നിങ്ങൾക്ക് പറഞ്ഞു തരും ക്ലാസ്. AI ആംബിയന്റ് ഒക്ലൂഷൻ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തായി? AI ആംബിയന്റ് ഒക്ലൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മുടെ ചാനൽ ബോക്സിലൂടെ AI ആംബിയന്റ് ഒക്ലൂഷൻ വന്നിട്ടുണ്ട്. കാരണം ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ നിങ്ങൾ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് ചാനൽ ബോക്സിൽ ഇവിടെ ആംബിയന്റ് ഒക്ലൂഷൻ വളരെ പെട്ടെന്ന് കാണിക്കുന്നത്. ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ചെയ്തിരിക്കുന്ന ആ ഹിസ്റ്ററി മൊത്തം ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ആംബിയന്റ് ഒക്ലൂഷൻ കാണുന്നത് കുറേ പണിയുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ആംബിയന്റ് ഒക്ലൂഷന് ഞാനൊരു പേര് കൊടുക്കുന്നുണ്ട്, ബോക്സ് AMB OCC. ഞാൻ ഷോർട്ടായിട്ട് കൊടുക്കുന്നത് ബോക്സ് AMB OCC. അപ്പോൾ അതിന് പേര് കൊടുത്തിട്ടുണ്ട്, അതിന് ടെക്സ്ചർ ആഡ് ആയി അല്ലേ? ഇതിപ്പോൾ ടെക്സ്ചർ ആഡ് ആയിട്ടുണ്ട്. ഇതിൽ കണ്ടോ, ഒരു ഗ്ലൈസിങ് ഇതിൽ വന്നിട്ടുണ്ട്. ഇനി താഴെയുള്ള ഫ്ലോറിൽ അതുപോലെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അത് സ്മൂത്ത് ചെയ്തിട്ടുണ്ടല്ലേ. ഇവിടെ ഡിവിഷൻ 1 ആയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? അസൈൻ ന്യൂ മെറ്റീരിയൽ ഇവിടെ നിങ്ങൾ അർണോൾഡിൽ പോവുക, ആംബിയന്റ് ഒക്ലൂഷൻ. അതിനും എന്ത് ചെയ്യുക? പേര് കൊടുക്കുക, ഫ്ലോർ AMB OCC. അതിന് ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്, AMB OCC എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടിനും ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എനിക്ക് ഈ ഒബ്ജക്റ്റും കൂടി ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. 2 ഞാൻ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്, ഷെയ്ഡർ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റെൻഡർ ചെയ്ത് അർണോൾഡിൽ പോയി ഓപ്പൺ റെൻഡർ വ്യൂവിൽ പോയി ഞാൻ ഒന്ന് പ്ലേ ബട്ടൺ അടിച്ചു നോക്കാം. കണ്ടോ, ഇവിടെ വന്നിട്ടുണ്ട്, ഒബ്ജക്റ്റ് വന്നിട്ടുണ്ട്. കണ്ടോ, ഒബ്ജക്റ്റ് ഇവിടെ റെൻഡറായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നോക്കിയേ, ഇത് റെൻഡറാകാൻ കുറച്ച് സമയം പിടിക്കും. പക്ഷേ ഇതൊന്നും നോക്കിയേ, ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഒരു കാലഘട്ടം മുമ്പ് ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ആംബിയന്റ് ഒക്ലൂഷനുള്ള ഒരു വൃത്തിയില്ലാത്ത രീതിയിൽ നമ്മൾ വൈറ്റ് അടിച്ച് അങ്ങ് വൈറ്റോട് വൈറ്റ് ആയിരിക്കും വർക്കിന്. ഒബ്ജക്റ്റിന് പ്രാധാന്യം കൽപ്പിക്കാതെ എല്ലാത്തിനും ഫ്ലോറിനും കാണുന്ന എല്ലാത്തിനും കൂടി വൈറ്റ് അടിച്ച് കൊടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്യരുത്. ഇപ്പൊ കാണുന്നതെല്ലാം നമ്മൾ റെൻഡറിങ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത് അതിന്റെ ബെറ്ററായി ചെയ്യാൻ പറ്റും. പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ റെൻഡറിങ് ക്വാളിറ്റി ഇപ്പൊ നിങ്ങൾ ആർട്ടിസ്റ്റ് സ്റ്റേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളെല്ലാം ആംബിയന്റ് ഒക്ലൂഷൻ വയർ ഫ്രെയിമിൽ എടുത്തിരിക്കുന്ന ഈ ഒരു ക്വാളിറ്റിയിലാണ്. അതായത് ഈ ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ ആയിരിക്കും. ഇപ്പൊ ഫോട്ടോഷോപ്പിൽ പോയി അങ്ങനെ ചെയ്യാൻ പോലെ സാറേ എന്ന് പറഞ്ഞാൽ ലൈറ്റിങ്ങിന്റെ എഫക്റ്റ് എല്ലാം കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് ലൈറ്റിംഗ് എല്ലാം കിട്ടണം. നമ്മൾ ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആയിട്ട് തോന്നണം. കേൾക്കുന്നുണ്ടോ? നിങ്ങളെ വർക്ക് നല്ലതായിരിക്കും, പക്ഷെ നിങ്ങൾ റെൻഡർ ഔട്ട് വളരെ മോശമായാൽ നിങ്ങളെ വർക്കിനെ അത് ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ ഈ ഒരു കാര്യം നമുക്ക് ക്ലിയർ ചെയ്യണം. എങ്ങനെ ക്ലിയർ ചെയ്യുക? ഒന്നുകൂടി നോക്കാം. അതായത് നിങ്ങൾ ഈ ചെയ്തിരിക്കുന്ന ഈ ഒരു സാധനത്തിന്റെ, അതായത് ഈ കാണുന്ന ഈ ഫ്ലോറിന് വൈറ്റ് കളറിന്റെ ആവശ്യമില്ല.
അപ്പോൾ എന്ത് ചെയ്യുക, ചാനൽ ബോക്സിൽ ഫ്ലോർ AMB OCC എന്ന് പറഞ്ഞതിൻ്റെ ഈ ഓപ്ഷൻ ഇവിടെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതൊന്നും ഞാൻ ഇപ്പോൾ പഠിപ്പിക്കുന്നില്ല. ഇത് നേരെ താഴോട്ട് പോയാൽ വൈറ്റ് കളർ കാണാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ബാധിച്ചിരിക്കുന്ന ഈ കളർ വൈറ്റ് ആണ്. അതായത് ഫ്ലോറിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല. കാരണം ഫ്ലോർ നമുക്ക് വേണ്ട, നമുക്ക് ഈ ഒബ്ജക്റ്റിന് മാത്രമേ പ്രാധാന്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഈ വൈറ്റിന് നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു പിക് ടൂൾ ഉണ്ട് കണ്ടോ, ഇവിടെ ഈ വൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു പിക് ടൂൾ ഉണ്ട്, ഫോട്ടോഷോപ്പിലെല്ലാം കാണുന്നില്ലേ നമുക്ക് കളർ പിക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ടൂൾ എടുത്തിട്ട് നമ്മൾ ഈ ചാനൽ ബോക്സിൽ ഈ ഒരു കളർ കണ്ടിട്ടില്ലേ, ഈ കളറിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നോക്കുമ്പോൾ കണ്ടോ, നമുക്ക് വീണ്ടും നമ്മൾ നോക്കുമ്പോൾ കണ്ടോ ഇവിടെ കളറ് നമുക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ കളറ് വ്യത്യാസം വന്നിട്ടുണ്ട്, പക്ഷേ ഇവിടെ ബ്ലാക്ക് ആകുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ മാറ്റണം. അത് നമുക്ക് മാറ്റാൻ ഇവിടെ നമുക്ക് സാധിക്കില്ല. കാരണം അവിടെ ഒരു സാധനം വേണ്ടി വരും. ഇപ്പോൾ അപ്പം ചോദിക്കും സാറേ, അവിടെ നമുക്ക് ഒരു സ്ഫിയർ ഇട്ടിട്ട് നമുക്ക് അതിൽ ആംബിയന്റ് ഒക്ലൂഷൻ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുട്ടായിട്ട് വരും, മനസ്സിലായി, ഡാർക്കായിട്ട് വരും. അപ്പോൾ ഇവിടെ നമ്മളെ വർക്കിനെ അത് ബാധിക്കും. കാരണം ഇതന്നെ ഒരു 2D ആർട്ട് പോലെ 2D പോലെ തോന്നിക്കുന്ന ഒരവസ്ഥയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റിയിൽ എടുക്കണമെങ്കിൽ നമുക്കൊരു ലൈറ്റ് ആദ്യം പഠിച്ചേ പറ്റൂ. ലൈറ്റ് നമ്മൾ പഠിക്കാനുണ്ട്, കുറേ ലൈറ്റ് നമുക്ക് പഠിക്കാനുണ്ട്, ഇതൊന്നുമല്ല. അപ്പോൾ ലൈറ്റ് പഠിക്കുന്നതിന് മുമ്പിൽ അർണോൾഡിൽ ലൈറ്റ്സിൽ ഇവിടെ കുറേ ലൈറ്റ്സ് ഉണ്ട് കേട്ടോ. ഏരിയ ലൈറ്റ്, സ്കൈഡോം ലൈറ്റ്, മെഷ് ലൈറ്റ്, ഫോട്ടോമെട്രിക്, ലൈറ്റ് പോർച്ച്, അതുപോലെ ഫിസിക്കൽ സ്കൈ, ഇങ്ങനെ കുറേ ലൈറ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്, അർണോൾഡ് തന്നിട്ടുണ്ട്. ഇതെല്ലാം അർണോൾഡിന്റെ ലൈറ്റാണ്. അതല്ലാതെ തന്നെ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ ലൈറ്റ്സ് എന്ന് പറഞ്ഞ ക്രിയേറ്റിൽ ലൈറ്റ്സ്, ആംബിയന്റ് ലൈറ്റ്, ഡയറക്ഷൻ ലൈറ്റ്, പോയിന്റ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റ്, ഏരിയ ലൈറ്റ്, വോളിയം ലൈറ്റ്, ഇതൊക്കെ നമുക്ക് ലൈറ്റ് ഉണ്ട്. ഇതെല്ലാം പഠിക്കാൻ നമുക്ക്. പക്ഷേ നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു സാധനം കവർ ചെയ്തിട്ട് ഇതിന്റെ ബ്ലാക്ക് കളയാണെങ്കിൽ നമുക്ക് ഒരു ലൈറ്റ് പഠിച്ചേ പറ്റൂ. ആ ലൈറ്റിന്റെ പേരാണ് സ്കൈഡോം ലൈറ്റ്. എഴുതി വെച്ചു, സ്കൈഡോം ലൈറ്റ്. അപ്പൊ ഇതൊരു 360 ലൈറ്റ് ആണ്, ഒരു 360 ഡിഗ്രി ലൈറ്റ് ആണ്. ഇതൊരു സ്പിയർ ലൈറ്റ് ആണ്. അതായത് ഈ ലൈറ്റിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ലൈറ്റിന് ഫ്ലോർ ഇല്ലെങ്കിൽ ഈ ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റിലേക്ക് ഇവിടെ എല്ലാം വൈറ്റ് കളറാവും. അപ്പോൾ ഫ്ലോർ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം, മനസ്സിലായില്ലേ? ഫ്ലോർ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. ഞാനിപ്പോൾ ഇപ്പം നോക്കിയ ടോപ്പ് വ്യൂവിൽ പോയിട്ട് ഈ സ്പിയറിന്റെ പുറത്തേക്ക് വരുന്ന രീതിയിൽ ഞാൻ ഫ്ലോർ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. എന്തിനു മനസ്സിലായോ? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഒരു 360 ലൈറ്റാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഈ 360 ഡിഗ്രി ലൈറ്റിൽ ഇതിന്റെ താഴേന്ന് വരുന്ന വെളിച്ചം ഈ ഫ്ലോർ ഇല്ലെങ്കിൽ എന്ത് ഈ ഒബ്ജക്റ്റിനെ ബാധിക്കും. അതായത് വൈറ്റ്നസ് കൂടുതൽ വരും ഒബ്ജക്റ്റിൽ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ബാധിക്കുന്നത് നമ്മളെ റെൻഡറിങ്ങിനെ ഔട്ട് നമുക്ക് വളരെ വൃത്തികേടായിട്ട് തോന്നും. അപ്പോൾ ഈ ലൈറ്റ് മുകളിൽ താഴേന്നും വരുന്ന ഒരു പ്രൊജക്ട് ലൈറ്റ് ആയതുകൊണ്ട്, ഒരു 360 ലൈറ്റ് ആയതുകൊണ്ട് ഇത് ഒബ്ജക്റ്റിനെ ബാധിക്കാത്ത രീതിയിലായിരിക്കണം നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അർണോൾഡിൽ പോയിട്ട് റെൻഡർ ചെയ്ത് നോക്കാം. നമുക്ക് ഓപ്പൺ റെൻഡർ വ്യൂ നോക്കിയേ, കുറച്ചും കൂടി മാറ്റം വന്നിട്ടുണ്ടെന്നല്ലോ. പക്ഷെ അതൊരു 100% മാറ്റം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റിൽ തന്നെയുണ്ട്. കണ്ടോ, ഒരു ലൈറ്റ് അപ്ലൈ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ലൈറ്റിന്റെ വാല്യൂസ് ഒന്നും കൊടുക്കരുത്. ഇവിടെ നമുക്കൊരു ചെറിയ ഷാഡോസ്, നമുക്ക് ഒരു പ്രശ്നം വന്നത് എന്താണെന്ന് നോക്കാം. നമുക്ക് ഈ ഒബ്ജക്റ്റ് നമ്മളെ ഇവിടെ നോക്കണം കേട്ടോ. അതായത് നമ്മൾ ഈ പ്ലെയിൻ കണ്ടോ, ഒബ്ജക്റ്റിന്റെ ഉള്ളിലോട്ട് കയറിപ്പോയിട്ടുണ്ട് നമ്മളെ ഫ്ലോർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നിക്കെ നമ്മൾ ഈ ഒബ്ജക്റ്റിനെ എടുത്തിട്ട് കുറച്ച് പൊന്തിച്ച് നോക്കുക, കറക്റ്റായിട്ട് ഒന്ന് പൊന്തിച്ച് നോക്കുക. ഫ്ലോറിനെ നമ്മൾ എടുത്ത് നോക്കണ്ട, അത് സെൻറ്ററിൽ തന്നെ കറക്റ്റായിട്ട് ഇവിടെ തന്നെ വേണം, അവിടെ തന്നെ വേണം നോക്കാം. ഇനി ഒന്നും കൂടി ഒന്ന് റെൻഡർ ചെയ്ത് നോക്കാം. റെൻഡർ അവിടെ പോവാ, കണ്ടോ. അപ്പോൾ ഷാഡോ കറക്റ്റായി കണ്ടോ, ഒബ്ജക്റ്റ് ശരിക്കും ഇരുന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പാണ് ഷാഡോസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഇവിടെ വൈറ്റ് ആണുള്ളത്. അപ്പോൾ നമുക്കറിയാലോ വൈറ്റ്, ഇവിടെ ലൈറ്റിന്റെ വൈറ്റ് നമ്മൾ കുറക്കാൻ കൺട്രോൾ അടിക്കുക, ചാനൽ ബോക്സിൽ പോവുക. നിങ്ങൾ ഇവിടെ ഇന്റൻസിറ്റി ഒന്നും പിടിച്ച് കളിക്കരുത്. ഇന്റൻസിറ്റി വാല്യൂസ് എല്ലാം പഠിക്കാൻ നമുക്ക് പല കാര്യങ്ങളുണ്ട്. ഇതിലൊന്നും ചെയ്യരുത്. ആംബിയന്റ് ഒക്ലൂഷൻ ചെയ്തിരിക്കുന്ന ഈ സ്കൈ ഡോമിൽ ലൈറ്റുകൾ നിങ്ങളൊന്നും ചെയ്യരുത്. ഇവിടെ എന്ത് ചെയ്യണം, ഈ കളറിന്റെ വൈറ്റ് പോയി നമ്മൾ നേരത്തെ പിക്ക് ചെയ്തിരിക്കുന്ന അതേ കളർ തന്നെ പിക്ക് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഒന്നുകൂടി റെൻഡർ ചെയ്ത് നോക്കാനോ പോകുന്നു, ഒന്നുകൂടി റെൻഡർ ചെയ്തെടുക്കാനോ പോകുന്നു, ഒന്നുകൂടി റെൻഡർ ചെയ്ത് കണ്ടോ. അപ്പോൾ എന്തായി, ഇപ്പൊ നിങ്ങൾ റെൻഡറിങ്ങിൽ നിങ്ങൾക്ക് മാറ്റം കാണുന്നില്ലേ? അതായത് ഇവിടെയും വൈറ്റ് ഇല്ല, ഷാഡോസ് എല്ലാം സ്കൈഡോമിന്റെ ലൈറ്റ് വെച്ചിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്തിരിക്കുന്ന ഈ വർക്കിൽ, അതായത് നിങ്ങൾ എല്ലാ സമയം പോയി പെർസ്പെക്റ്റീവിൽ പോയി ഇങ്ങനെ നോക്കണ്ടേ, ഇങ്ങനെ തിരിച്ച് നോക്കിയിട്ട് വേണം. ഇതൊരു ബ്യൂട്ടി റെൻഡർ, ഇത് പറഞ്ഞാൽ ഒരു IPR റെൻഡറിങ് ആണ്. അതായത് നിങ്ങൾ ചെയ്തിരിക്കുന്ന വർക്ക് അവിടെ എന്ത് മാറ്റം വരുത്തുന്നു ആ സമയത്ത് തന്നെ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് റെൻഡറോ കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് റെൻഡർ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ പെർസ്പെക്റ്റീവിൽ പോയി നിങ്ങൾ റെൻഡർ അങ്ങനെ നിങ്ങൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇവിടെ
അതായത് അർണോൾഡ് റെൻഡറിൽ, ഓപ്പൺ റെൻഡർ വ്യൂവിൽ, ബ്യൂട്ടി റെൻഡറിൽ നമ്മൾ ഇവിടെ പ്ലേ ചെയ്തു. ഇവിടെ വിൻഡോയില് 3D മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. 3D മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ മാനിപ്പുലേഷൻ ഓപ്ഷനിൽ നിങ്ങൾ ഇവിടെ ടിക്ക് ചെയ്യുക. അങ്ങനെ ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടോ ഇവിടെ തന്നെ ഈ റെൻഡറിങ് ലേഔട്ടിൽ തന്നെ നിങ്ങൾക്ക് എടുത്തിട്ട് ഇതിനെ സ്ക്രോൾ ചെയ്യാനും പെർസ്പെക്റ്റീവിൽ ചെയ്ത പോലെ തന്നെ ഓൾട്ട് പ്രസ് ചെയ്ത് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനും പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ കണ്ടോ ഇവിടെ നല്ല ക്ലിയർ ആയിട്ട്. പക്ഷെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന റെൻഡർ ഔട്ടല്ലോ ഇപ്പോൾ 960 × 540 എന്ന് പറഞ്ഞ പിക്സൽ വാല്യൂസിലുള്ള നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചില സമയത്ത് ഇവിടെ നോയ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കണ്ടോ ഇവിടെ ഒരു നോയ്സ് വരുന്നുണ്ട്, ചില നോയ്സ് വരുന്നുണ്ട്. അതായത് ആ നോയ്സ് വരുമ്പോൾ നിങ്ങൾ പിക്ചർ ക്വാളിറ്റി ഇതിൽ റെൻഡറിങ് ഔട്ടിൽ ക്വാളിറ്റി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യമില്ല, വൃത്തികേടായിരിക്കും. ഇവിടെ കണ്ടോ റെൻഡർ ആയി, കണ്ടോ ഇവിടെ കണ്ടോ. ഇപ്പൊ ഇവിടെ 0 ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, 0 ഇവിടെ കണ്ടോ ഈ വാല്യൂ കണ്ടോ. ഇവിടെ മാർക്ക് ചെയ്ത് കാണിക്കാതെ ഇങ്ങനെ മൗസ് ഇങ്ങനെ കൊണ്ടുവരും. ഇവിടെ 0.0021 എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ കാണിക്കുന്നത്. അങ്ങനെ ആയാൽ മാത്രമേ റെൻഡർ കംപ്ലീറ്റ് ആയി എന്നുള്ളൂ. മനസ്സിലായില്ലേ? ഞാനിപ്പോൾ ഒന്നുകൂടി കാണിക്കാം. ഇപ്പോൾ ഇവിടെ റെൻഡറിങ് എന്നല്ല എഴുതി കാണിക്കുന്നത്, ഇവിടെ റെൻഡറിങ് എഴുതി കാണിക്കുന്നത് കണ്ടോ. ഇപ്പോൾ റെൻഡറിങ് നടന്നുകൊണ്ടിരിക്കും. ഈ റെൻഡറിങ് എഴുതി കാണിക്കുന്നിടത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, 00 എന്നുള്ള ഒരു വാല്യൂസ് നിങ്ങൾക്ക് ആഡ് ആയി വരും. അങ്ങനെയാണെങ്കിൽ മാത്രമേ റെൻഡറിങ് കംപ്ലീറ്റ് ആവും. മനസ്സിലായില്ലേ? റെൻഡറിങ് കംപ്ലീറ്റ് ആവും. അല്ലെങ്കിൽ റെൻഡറിങ് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? അവിടെ റെൻഡറിങ് കംപ്ലീറ്റ് ആവണമെങ്കിൽ അവിടെ 00, അതായത് ഇത് ട്രേസ് ചെയ്യും. ഇതിനെ നമ്മൾ കൊടുത്തിരിക്കുന്ന ലൈറ്റിന്റെ വാല്യൂസും എല്ലാം കൂടി ട്രേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 0.0021 എന്ന് പറഞ്ഞ വാല്യൂ വന്നു, അപ്പോൾ റെൻഡറിങ് കംപ്ലീറ്റ് ആയി. പക്ഷേ നോക്കിയേ, റെൻഡറിങ് കംപ്ലീറ്റ് ആയാലും നോക്കിയേ, നിങ്ങൾ ഇപ്പം ഈ ചിത്രത്തിന് ഒന്ന് സൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ 3D മാനിപ്പുലേഷൻ ഓഫ് ചെയ്യണം കേട്ടോ. എന്നിട്ട് മാത്രമേ സൂം ചെയ്തോളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, എന്താവും, 3D മാനിപ്പുലേഷൻ ഓൺ ആക്കിയിട്ട് നിങ്ങൾ സൂം ചെയ്യുമ്പോൾ പിന്നെയും റെൻഡർ നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് വിൻഡോസിൽ പോയി 3D മാനിപ്പുലേഷൻ ഓഫ് ചെയ്യണം റെൻഡർ ചെയ്തതിന് ശേഷം. നോക്കിയേ ഇവിടെ കണ്ടോ ഫുള്ള് ഒരു നോയ്സ് ഉണ്ട് കണ്ടോ, ഒരു ക്വാളിറ്റി ഇല്ല. ഇത്തരം ചിത്രങ്ങൾ നിങ്ങൾ ഒരിക്കലും പോർട്ട്ഫോളിയോക്ക് വേണ്ടി ഉപയോഗിക്കരുത്. അതിന് നിങ്ങൾക്ക് ഞാൻ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. റെൻഡറിങ്ങിന്റെ ക്വാളിറ്റി നമുക്ക് നല്ലോണം പഠിക്കാനുണ്ട്. പക്ഷെ ഞാനിപ്പോൾ നിങ്ങൾ എളുപ്പമായി ചിത്രം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇമേജ് റെൻഡറിങ് ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കും കൂടി പറഞ്ഞുതരാം. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സാധാരണ ഇതൊരു പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ ഇങ്ങനെ ഈ ഒരു പെർസ്പെക്റ്റീവിൽ ഈ ഒരു ലേഔട്ട് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യൂല. ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ വിൻഡോസിൽ സെറ്റിംഗ് പ്രിഫറൻസിൽ എഴുതി വെച്ചോ. വിൻഡോസിൽ സെറ്റിംഗ് പ്രിഫറൻസ് അല്ല, വിൻഡോസിൽ റെൻഡറിങ് എഡിറ്റേഴ്സിൽ, അതായത് മെയിൻ മെനുവിൽ വിൻഡോസിൽ റെൻഡറിങ് എഡിറ്റേഴ്സിൽ ഇവിടെ റെൻഡർ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. മെയിൻ മെനുവിൽ വിൻഡോസിൽ റെൻഡറിങ് എഡിറ്റേഴ്സിൽ റെൻഡർ സെറ്റിംഗ്സ് ആ ഓപ്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ശ്രദ്ധിക്കുക. ആ ഓപ്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും റെൻഡർ യൂസിങ് അർണോൾഡ് റെൻഡർ. എല്ലാവരും ചില ആൾക്കാർ പറയാം എനിക്ക് റെൻഡർ കൊടുത്തിട്ടും സാറേ കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അർണോൾഡ് റെൻഡറിൽ ഇട്ടിട്ട് തന്നെ ചെയ്യുക. ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് സോഫ്റ്റ്വെയറിലെ എറർ വന്നിട്ട് കാണാം. അതായത് വർക്ക് ചെയ്യുന്ന അർണോൾഡ് റെൻഡർ എഞ്ചിൻ കൊടുത്തിട്ട് പോലും റെൻഡർ യൂസിങ് വരുന്നില്ല, സെറ്റിംഗ്സ് വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ റെൻഡർ യൂസിങ് ഇവിടെ അർണോൾഡ് റെൻഡർ കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ഈ സാധനം ഇന്റർഫേസ് ഈ സാധനങ്ങളെ സെറ്റിംഗ്സ് എല്ലാം വരും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫയൽ ഔട്ട്പുട്ട് എഴുതി വെച്ചോ. ഫയൽ ഔട്ട്പുട്ട് അതിൽ ഇമേജ് ഫോർമാറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, JPEG PNG കൊടുക്കുക. PNG കൊടുത്താൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കട്ടായി പോകും. JPEG കൊടുക്കുക. അതായത് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ല PNG കൊടുക്കുമ്പോൾ, കട്ടായിട്ടായിരിക്കും നിങ്ങൾ JPEG കൊടുക്കുക. JPEG ഇവിടെ ആ ക്വാളിറ്റി നിങ്ങൾക്ക് 70 ആയിരിക്കും ഉണ്ടാവുന്നത്. അതിനെന്ത് ചെയ്യുക, JPEG കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ ഒന്ന് വലിച്ചിട്ട് 100 ആക്കുക. ഇതിന്റെ ക്വാളിറ്റി 100 ആക്കുക. ഓക്കെ. അതുപോലെ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി. ഇത് കഴിഞ്ഞതിന് ശേഷം നേരെ താഴോട്ട് പോവുക. ഇവിടെ റെൻഡറബിൾ ക്യാമറ പെർസ്പെക്റ്റീവ് ആണ്. അതായത് നമ്മളിപ്പോൾ റെൻഡർ ചെയ്യുന്നത് പെർസ്പെക്റ്റീവ് ക്യാമറയിലാണ്. അതായത് നമ്മൾ ഡിഫോൾട്ട് ആയിട്ടുള്ള ക്യാമറയാണ്. ഞാൻ പറഞ്ഞല്ലോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞില്ലേ ഈ വ്യൂസ് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതോടെ പറഞ്ഞ തുടക്കം തൊട്ടുള്ള എപ്പിസോഡ് കണ്ടാൽ മാത്രമേ ഈ ക്ലാസ് മടി കാണിച്ചാൽ കിട്ടൂല. സ്കിപ്പ് ചെയ്ത് ക്ലാസ് നോക്കി പോവാന്ന് വിചാരിച്ചാലും നടക്കൂല. പല സാധനങ്ങളും മിസ്സായി പോകും അതിൻ്റെ ഇടയിൽ. ഓക്കെ. അപ്പോൾ എല്ലാം തുടർച്ചയായിട്ട് കാണാൻ നോക്കാം. റെൻഡറബിൾ ക്യാമറ പെർസ്പെക്റ്റീവ് ആയിരിക്കും. ഇമേജ് സൈസ് ഇവിടെ ക്യാമറ ഒന്നും ഉപയോഗിക്കാനുള്ള പെർസ്പെക്റ്റീവ് റെൻഡറബിൾ ക്യാമറ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വ്യൂ നമുക്ക് കാണാൻ പറ്റുന്ന റെൻഡർ പെർസ്പെക്റ്റീവിലാണ്. ഇമേജ് സൈസ് പ്രീസെറ്റ്സിൽ ഇവിടെ നിങ്ങൾ 540 കൊടുത്തിട്ട് കാര്യമില്ല. 540 കൊടുക്കുമ്പോൾ നമുക്ക് ക്വാളിറ്റി ഒരു വല്ലാത്ത പോലെയാണ് അല്ലേ കിട്ടുന്നത്. ഈ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നത്, അതിന് ക്വാളിറ്റി ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ 1080 കൊടുക്കും. നിങ്ങൾക്ക് ഇതിലും ക്വാളിറ്റി കൊടുക്കാൻ പറ്റും 1080 അല്ലെങ്കിൽ 4K എല്ലാം കൊടുക്കുക. ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ സിസ്റ്റത്തിന്റെ കോൺഫിഗറേഷൻ പോലെ ഇരിക്കും കേട്ടോ.
സിസ്റ്റത്തിന്റെ കോൺഫിഗറേഷൻ പോലെ ഇരിക്കും നിങ്ങൾക്ക് റെൻഡറിങ് കിട്ടുന്നത്. അപ്പോൾ ഈ HD 1080 ഞാൻ കൊടുത്തിട്ടുണ്ട്. 1080 ഇവിടെ നിങ്ങൾ ഒരിക്കലും റെസൊല്യൂഷൻ ഫോട്ടോഷോപ്പിൽ മാറ്റുന്ന പോലെ 300 കൊടുക്കരുത്. 72 റെസൊല്യൂഷനെ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എറർ വന്നിട്ട് പോകും. നിർബന്ധമായി ഓർക്കേണ്ട. ചില ആൾക്കാർ, ചില വിദ്യാർത്ഥികൾ ഇവിടെ 300 കൊടുത്തിട്ട് സാറേ നല്ല ക്വാളിറ്റി കിട്ടാൻ 300 കൊടുത്താൽ, ഇവിടെ ഒന്നും കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങളിവിടെ HD കൊടുക്കുക. ഇവിടെ കൊടുത്തതിന് ശേഷം അടുത്ത ടാബിൽ പോവുക. ഇത് കോമൺ ടാബിൽ ഇത്രയും പറഞ്ഞു ഞാൻ അർണോൾഡ് റെൻഡറിൽ പോവുക. ഇവിടെ കണ്ടോ, ഇത് നോയ്സ്, നമുക്ക് ഡിനോയ്സർ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഡിനോയ്സർ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഡിനോയ്സർ ഇവിടെ നമുക്ക് ഡിനോയ്സർ കണ്ടോ, ഡിനോയ്സർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകുന്നത് ആപ്പ് ഇങ്ങനെ ചെയ്യേണ്ടത് അടുത്ത ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകളുടെ ടെക്സ്ചറിങ് പറയുമ്പോൾ പറഞ്ഞുതരും. ഇവിടെ അർണോൾഡ് റെൻഡറിൽ ക്യാമറ വാല്യൂ, എ വാല്യൂ, അതുപോലെ ഡിഫ്യൂസ് വാല്യൂ, സ്പെക്കുലർ വാല്യൂ, ഇതെല്ലാം എന്താണെന്ന് പറഞ്ഞാൽ ക്യാമറ വാല്യൂ പറഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫോൾട്ടായിട്ട് നിങ്ങൾ എന്തെങ്കിലും ക്യാമറ, അതായത് പെർസ്പെക്റ്റീവ് ക്യാമറ ഇപ്പോൾ ഉപയോഗിക്കുന്നത്, നിങ്ങൾ വേറെ ക്യാമറ ഉപയോഗിക്കുന്നുണ്ട്, ആ ക്യാമറയുടെ വാല്യൂസ് ആണ്. ഡിഫ്യൂസ് എന്ന് പറഞ്ഞാൽ ഈ ഒബ്ജക്റ്റിനെ കാണുന്ന സ്റ്റാൻഡേർഡ്, ഇത് നമ്മൾ പറഞ്ഞു ലാംബർട്ട് പറഞ്ഞൊരു ടെക്സ്ചർ, ഇപ്പം ഇതിൻ്റെ മുകളിൽ ആംബിയന്റ് ഒക്ലൂഷൻ നിങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ആംബിയന്റ് ഒക്ലൂഷൻ ആണ് ഡിഫ്യൂസ്. മനസ്സിലായില്ലേ? ഈ ഒബ്ജക്റ്റിന്റെ മെയിൻ ആയിട്ടുള്ള ഷെയ്ഡറിനെയാണ് ഡിഫ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഷെയ്ഡർ ഡിഫ്യൂസ് ആണ്. പിന്നെ വരുന്നത് സ്പെക്കുലാർ ആണ്. സ്പെക്കുലാർ എന്താണെന്ന് പറഞ്ഞുതരാനുണ്ട്. ഇതിപ്പോൾ ഞാനത് പറഞ്ഞിരുന്നില്ല. അപ്പോൾ സ്പെക്കുലാറിന് നമുക്ക് മെറ്റീരിയൽ എടുക്കുമ്പോൾ പറഞ്ഞുതരാൻ പറ്റും, കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട്. നിങ്ങൾക്ക് ഇപ്പോൾ കൺഫ്യൂസ് ആവണ്ട. അതുകൊണ്ട് ഇതിൻ്റെ ഒരു നല്ല നോയ്സ് ഇല്ലാത്ത ഒരു ക്വാളിറ്റി കിട്ടേണ്ട ഒരു വാല്യൂ ഞാൻ പറഞ്ഞുതരാം. അത് എന്തിനാണെന്ന് ഇപ്പോൾ പറഞ്ഞുതരുന്നില്ല, അത് നമുക്ക് മെറ്റീരിയൽ ക്ലാസ് പഠിക്കുമ്പോൾ പഠിക്കാം. അപ്പോൾ ഇപ്പോൾ ടെക്സ്ചറിങ് റെൻഡറിങ് എങ്ങനെയാണെന്ന് നമുക്ക് ആംബിയന്റ് ഒക്ലൂഷൻ വയർഫ്രെയിമിന് കുറച്ചും കൂടി മെച്ചപ്പെട്ടിട്ടുള്ള ഒരു ക്വാളിറ്റിയിൽ റെൻഡർ കിട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ക്യാമറ വാല്യൂ നിങ്ങൾ ഇവിടെ 8 കൊടുക്കുക. ഡിഫ്യൂസ് വാല്യൂ നിങ്ങൾ 4 കൊടുക്കുക. ഈ 8ഉം 4ഉം 8നെ 8 കൊണ്ട് പിന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാവും? 80 × 8 വരുമ്പോൾ 64 വരും. അതുപോലെ 4 × 4 വരുമ്പോൾ എത്ര വരും? 16 വരും അല്ലേ? 60 അല്ല 16 വരും. അപ്പോൾ ആ 8 എത്ര വരുന്നത്? 64ഉം ആ 16ഉം കൂട്ടിക്കൂട്ടുന്ന വാല്യൂ 64 8 × 8 64. ഇതിവിടെ 4 × 4 16ലെ വാല്യൂ കൂട്ടി കിട്ടുന്ന വാല്യൂ നിങ്ങൾ ഇവിടെ സ്പെക്കുലാറിൽ കൊടുക്കുക. സ്പെക്കുലാറിൽ 80 കൂട്ടി നോക്കുക 80. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ അതിൽ വരുന്നുള്ളൂ. ഇവിടെ വേറെ ഒന്നും നമ്മൾ മാറ്റം വരുത്തുന്നില്ല. അപ്പോൾ ഇത് എൻ്റർ അടിക്കണം കേട്ടോ. ഇവിടെ ഈ കൾച്ചർ ഇങ്ങനെ മിന്നുന്നത് കണ്ടിട്ട് ക്ലോസ് ചെയ്യരുത്, എൻ്റർ അടിക്കണം. എൻ്റർ അടിച്ചിട്ട് എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു ഏകദേശം ഒരു മിനിമം ഒരു വാല്യൂ നമ്മൾ ഇവിടെ റെൻഡറിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് പെർസ്പെക്റ്റീവിലും കിട്ടും. നിങ്ങൾ ഇങ്ങനെ പോയി അങ്ങനെ റെൻഡർ ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ നമുക്കൊരു ചെറിയൊരു ട്രിക്ക് ഉണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ ഈ ഇവിടെ നമ്മൾ വയർഫ്രെയിം പഠിച്ചല്ലോ, ഇങ്ങനെ പഠിച്ചിരുന്നില്ലേ? ഇവിടെ എൻ്റെ വയർഫ്രെയിം ഷെയ്ഡഡ് വിത്ത് വയർ. അപ്പോൾ അവിടെ വരുന്ന അതേ ടാബിൽ നമ്മളെ ഇതിനൊരു പേരുണ്ടല്ലേ, എന്നാണ്? പാനൽ ടൂൾ ബാർ അല്ലേ? പാനൽ ടൂൾ ബാർ. അപ്പോൾ പാനൽ ടൂൾ ബാർ, പാനൽ മെനു അല്ലേ? പാനൽ ടൂൾ ബാറിൽ നിങ്ങൾ ഇവിടെ കണ്ടോ റെസൊല്യൂഷൻ ഗേറ്റ്, അത് ഓൺ ആക്കിയിടാം. അപ്പോൾ എന്തായി? നമ്മുടെ ഈ വാല്യൂ ഇവിടെ 9020 1080 HD വാല്യൂസ് നമുക്ക് ഇവിടെ ഫ്രെയിം ആയിട്ട് വന്നിട്ടുണ്ട്. ഫ്രെയിം ആവണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു മാസ്ക് ഉണ്ട്, ഗേറ്റ് മാസ്ക്. അത് ഓൺ ആക്കി ഇടണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. ഈ വരയുടെ ഉള്ളിൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവില്ല. അപ്പോൾ ആ ഗേറ്റ് മാസ്ക് ഓൺ ആക്കി ഇടാം. എന്നിട്ട് എന്ത് ചെയ്യുക? കറക്റ്റ് ചെയ്യുക. കണ്ടോ, കറക്റ്റ് ചെയ്യും. ഇവിടെ നമ്മൾ വിൻഡോയിൽ 3D മാനിപ്പുലേഷൻ ഓൺ ആക്കിയിട്ടാൽ കുറച്ചും കൂടി നമുക്ക് ബെറ്ററായി. കണ്ടോ, കുറച്ചും കൂടി നമുക്കിതാ കറക്റ്റായിട്ട് എടുത്തു വെക്കാം. ഓക്കെ. അപ്പോൾ ഇത് ഇപ്പോൾ റെൻഡർ ചെയ്ത് കിട്ടുന്ന സമയം ഞാൻ കാണിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടി റെൻഡർ എൻ്റെ സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷൻ അനുസരിച്ച് കുറച്ച് സമയം പിടിക്കും. ഞാൻ കുറേ വർക്കുകൾ, അതുപോലെ കുറേ കോപ്പിറൈറ്റ് സാധനങ്ങളെല്ലാം വെച്ച് കുറേ വർക്കുകൾ ചെയ്തുകൊണ്ട് എൻ്റെ ഫയലെല്ലാം കുറേ കൂടുതലാണ്, ഒരു കുന്നോളം കൂടുതൽ ഫയലുകളെല്ലാം കാണിക്കുന്നത്. അപ്പോൾ അത് എനിക്ക് കുറച്ച് പണി ഉണ്ടാവും. അതുകൊണ്ട് എൻ്റെ ക്വാളിറ്റി ഞാൻ പറഞ്ഞുതരാം. ഇതായിരിക്കും എൻ്റെ ക്വാളിറ്റി. ഓക്കെ. ഇനി അതിൻ്റെ വയർഫ്രെയിം എടുക്കുന്ന കാണിക്കുക. വയർഫ്രെയിം എടുക്കുന്ന കാണിക്കുക. ഇത് കുറച്ച് സമയം പിടിക്കും റെൻഡറായി കിട്ടാൻ വേണ്ടിയിട്ട് വയർഫ്രെയിം എടുക്കുന്നത് കാണിക്കുക. അപ്പോൾ ഓക്കെ, വയർഫ്രെയിം എങ്ങനെ എടുക്കേണ്ടത് കാണിക്കുക. അപ്പോൾ വയർഫ്രെയിം എടുക്കണമെങ്കിൽ എന്താ ഞാൻ പറഞ്ഞത്? ഇത് സ്മൂത്ത് ഔട്ട് ചെയ്തിരിക്കണം. അപ്പോൾ സ്മൂത്ത് ഔട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ഡിവിഷൻ കൊടുത്തിരിക്കുന്ന അതിനെ 0 ആക്കാം. 0 വാല്യൂയിൽ കൊടുക്കും. 0 വാല്യൂ. ഇപ്പോൾ 0 വാല്യൂ ഒക്കെ കണ്ടോ, എല്ലാം നമ്മൾ 0 വാല്യൂയിലേക്ക് വന്നു. 0 വാല്യൂ. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ ഫ്ലോറിൽ നമ്മൾ വയർഫ്രെയിം കൊടുക്കണ്ട കേട്ടോ. ഒബ്ജക്റ്റിന് ഏതാണോ ഒബ്ജക്റ്റ്, ഇപ്പം നിങ്ങൾ നല്ല മണ്ണും ഇതെല്ലാം വെച്ചിട്ടുള്ള ഒരു ചെടിയെല്ലാം കുറേ ഉള്ള ഒരു ഇതാണ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു എൻവയോൺമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ മണ്ണിനും കൂടി പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വയർഫ്രെയിം അതിനും കൂടി അപ്ലൈ ചെയ്യണ്ടോ കേട്ടോ. അല്ലെങ്കിൽ അതിന് ചെയ്യണ്ട കേട്ടോ, അല്ലെങ്കിൽ ഒരു വൃത്തികളായിട്ട് തോന്നും. അപ്പോൾ ഒബ്ജക്റ്റിന്റെ പ്രാധാന്യം മാത്രം കൊടുത്ത് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ക്യൂബിനാണ് നമ്മൾ ചെയ്യുന്ന, ആ ക്യൂബിന് മാത്രം നമ്മൾ സ്മൂത്ത് ഔട്ട് ചെയ്യുക.
ഇവിടെ വിൻഡോയിൽ റെൻഡറിങ് എഡിറ്റേഴ്സിൽ പോവാം. നേരത്തെ ആദ്യം പറഞ്ഞത് ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് റെൻഡറിങ് എഡിറ്റേഴ്സിൽ ഹൈപ്പർ ഷെയ്ഡ് പറഞ്ഞ സാധനം അതിൽ പോവാം. അതായത് ഒരു മെറ്റീരിയൽ ഷെയ്ഡ് ഉണ്ട്. ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട് പറഞ്ഞു. ഇവിടെ നമുക്ക് വേണ്ടത് ഏതാണ്? ബോക്സിനാണ് വേണ്ടത്. അപ്പോൾ ആ ബോക്സിന് ഈ മെറ്റീരിയൽ ഇവിടുന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ കണ്ടോ കുറേ നോഡ്, ഇത് കണ്ടോ കണക്ഷൻ കണ്ടോ, അത് ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, രണ്ടെണ്ണം ഉണ്ട്, ഇവിടെ ഒന്ന്. അപ്പോൾ രണ്ടെണ്ണം ഉള്ള കണക്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കാണും BX ആംബിയന്റ് OCC ഇതെല്ലാം കണക്റ്റഡ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. വരാൻ പോകുന്ന ക്ലാസ്സുകളിൽ പറഞ്ഞുതരും. ആംബിയന്റ് ഓക്ലൂഷൻ ഇതൊന്നും ടെൻഷൻ അടിക്കേണ്ട, ഇതിങ്ങനെ കണ്ടാൽ മതി. ഓക്കെ, ഇവിടെ പോയി ഇവിടെ ക്ലിക്ക് ചെയ്തു, അത്ര മാത്രം ചിന്തിച്ചാൽ മതി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു എക്സ്ട്രാ പ്ലഗിൻസ് വേണം മെറ്റീരിയലിന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വയർ ഫ്രെയിം ആക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് നമുക്കൊരു എക്സ്ട്രാ പ്ലഗിൻസ് വേണം. അതുകൊണ്ട് നമ്മൾ ടാബ് അടിക്കുക. എന്നിട്ട് അതിൽ നമ്മൾ പേര് കൊടുക്കുക AI വയർ. അങ്ങനെ കൊടുക്കുമ്പോൾ അവിടെ വന്നു കണ്ടോ AI വയർ. ഒന്നുകൂടി പറഞ്ഞുതരാം. കീബോർഡിൽ ടാബ് അടിക്കുക. ഇവിടെ വെക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ ആംബിയന്റ് ഓക്ലൂഷൻ ഇവിടെ അല്ലേ വന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പാനൽ വെക്കണം. വെച്ചിട്ട് ടാബ് അടിക്കുക. കീബോർഡിൽ AI വയർ എന്ന് കൊടുക്കുക. കണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യുക? അത് മൗസിൻ്റെ ഇതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിന് കുറച്ചിങ്ങോട്ട് മാറ്റി വെക്കുക. നോക്കിയേ, ഇതും തമ്മിൽ സെയിം ഒരേപോലെയുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഇതല്ലേ പ്രാധാന്യം, ഇതല്ലല്ലോ പ്രാധാന്യം അല്ലേ? ഇത് രണ്ടും ഒന്നാണ്. ഇതാണ് നമുക്ക് വേണ്ടത്, ഇത് വേണം, ഇതിന് കൂടിയുണ്ട്. അങ്ങനെയാണ് ഇത് വേണ്ടല്ലോ. അങ്ങനെയാണ് ഇത് ഡിലീറ്റ് ചെയ്യുക. ഇത് അവിടെ നിന്നോട്ടെ, അതിൻ്റെ കണക്ഷൻ നമ്മൾ എടുത്ത് കളഞ്ഞ് ഒന്നുകൂടി ടാബ് അടിക്കുക. AI മൾട്ടിപ്ലൈ കണ്ടോ? ഇവിടെ താഴെ AI മൾട്ടിപ്ലൈ എടുക്കുക. ഇവിടെ ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നോക്കേണ്ടത്. വളരെ ശ്രദ്ധിച്ച് നോക്കാം എന്താ ചെയ്യുന്നത്. അതായത് നമുക്ക് ഈ വയർ ഫ്രെയിം ആക്കണ ഈ ഒബ്ജക്റ്റിന്, അതായത് ഇതാണ് നമ്മൾ ഒറിജിനൽ ഡിഫ്യൂസ്. ഈ ഡിഫ്യൂസ് ഇപ്പോൾ കാണുന്നത് നമ്മളെ ഒബ്ജക്റ്റ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഡിഫ്യൂസിലേക്ക് നമുക്ക് വയർ ഫ്രെയിം കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളെ വീട്ടിലിപ്പോൾ ഒരു പ്ലഗിൽ നിന്ന് ഒരു ഇസ്തിരിപ്പെട്ടി കണക്ട് ചെയ്തിട്ട് ഇസ്തിരി അയൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വരെ ആ വയർ എത്തുന്നില്ല, അല്ലെങ്കിൽ പ്ലഗ് പോയിന്റ് എത്തുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പ്ലഗ് പോയിന്റ് എക്സ്ട്രാ ഒരു എക്സ്റ്റൻഷൻ ബോക്സ് വെക്കും അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഒരു കറണ്ട് കൊടുത്തു, അതിന് നമുക്കൊരു ബൾബ്, നമുക്ക് ലൈറ്റ് കത്തണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഒരു സ്വിച്ച് ബോക്സ് ഉണ്ടാവും അല്ലേ? അതിൽ നമ്മളെന്ത് ചെയ്യും? അതിൽ ആ പ്ലഗ് കുത്തിയിട്ട് വേണം നമുക്ക് കറണ്ട് കിട്ടാൻ. അങ്ങനെയാണെങ്കിൽ ആ കറണ്ട് കിട്ടുന്ന പ്ലഗ് കുത്തി വെക്കുന്ന ഭാഗമാണ് ഈ AI മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞ സാധനം. ഇത് നമ്മളെ വയറ് മാത്രം. അപ്പോൾ ഇതിലാണ് ഇൻപുട്ട് ഔട്ട്പുട്ടും വരുന്നത് കണക്ഷൻ. മനസ്സിലായില്ലേ? ഇൻപുട്ട് ഔട്ട്പുട്ട് കണക്ഷൻ വരുന്നത്. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് കണക്ഷൻ വരുന്ന ഈ ഒരു സാധനമാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതിന് എന്ത് ചെയ്യണം അറിയോ? ഇൻപുട്ട് ഔട്ട് കളറിൽ നിന്ന് നേരെ ഇൻപുട്ട് 1ലേക്ക് കൊടുക്കുക. മനസ്സിലായില്ലേ? ഇതെങ്ങനെ കൊടുക്കുന്നത് കാണിച്ചു തരാം ഒന്നുകൂടി. കണ്ടോ? ഈ ഔട്ട് കളർ, അതായത് ഇപ്പം നമ്മൾ AI മൾട്ടിപ്ലൈ ഒന്നും എടുത്തിട്ടില്ലേ? ഈ ഔട്ട് കളറിന് നിങ്ങൾ നേരെ പോവുക. നോക്കിയേ, നിങ്ങൾ നേരെ പോവുക ഇൻപുട്ട് 1ലേക്ക്. ഇങ്ങനെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ലെഫ്റ്റ് ബട്ടൺ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു യെല്ലോ കളർ കാണും. ഇൻപുട്ട് 1ലേക്ക് കൊടുക്കുക. കണ്ടോ? ഡയറക്റ്റ് ഇൻപുട്ട് 1ലേക്ക്. ഇനി എന്ത് ചെയ്യണം അറിയോ? ഇവിടെ നിന്നിട്ട് ഈ ഔട്ട് കളർ ഉണ്ടോ? ഈ ഔട്ട് കളറിൽ നിന്ന് എടുത്തിട്ട് നേരെ താഴെ ഇൻപുട്ട് 2ൽ കൊടുക്കുക. ഇതിങ്ങനെ വരും കേട്ടോ. ഇത് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ കിട്ടും, നൂല് പോലെ. ഉണ്ടോ? ഇൻപുട്ട് 2ലേക്ക് കൊടുക്കുക. മനസ്സിലായില്ലേ? ഈ ഒരു കണക്ഷൻ തെറ്റാതെ ചെയ്യാൻ നോക്കണേ. ഇൻപുട്ട് 2ലേക്ക് കൊടുത്തു. ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഇവിടുന്ന് കിട്ടുന്ന ഇതിപ്പോൾ നമ്മൾ കൊടുത്തല്ല, ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഔട്ട് കളറാണ് നമുക്ക് വേണ്ടത്. ഇതിലേക്ക് പോയി അല്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നോക്കിയേ, നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഈ കണക്ഷൻ ഔട്ട് കളർ എന്ത് ചെയ്യുക? നേരെ സർഫസ് ഷെയ്ഡിലേക്ക് കൊടുക്കുക. കണ്ടോ? സർഫസ് ഷെയ്ഡിലേക്ക്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കണക്ഷൻ വരുന്നു. മനസ്സിലായില്ലേ? ഈ എപ്പിസോഡ് ഒന്നും കൂടി കൂടുതൽ കണ്ടാൽ മതി. അതായത് ഇങ്ങനെ വരുന്ന ഈ ആംബിയന്റ് ഓക്ലൂഷൻ്റെ ഇവിടുന്ന് ഔട്ട് കളർ സർഫസ് ഷെയ്ഡിലേക്ക് ഉണ്ടായി. ഇതാണ് ആദ്യത്തെ ഒരു കണക്ഷൻ ഉണ്ടായി. നമ്മൾ AI മൾട്ടിപ്ലൈ എടുത്തു. ഈ AI വയർ ഫ്രെയിം എടുത്തിട്ട് ഔട്ട് കളർ എടുത്തിട്ട് ഇൻപുട്ട് 1ലേക്ക് കൊടുത്തു. ഈ ഔട്ട് കളർ എടുത്തിട്ട് ഇവിടുന്ന് ആംബിയന്റ് ഓക്ലൂഷൻ്റെ ഔട്ട് എടുത്തിട്ട് ഇതിൽ കൊടുത്താലേ നമുക്ക് സ്വിച്ച് കിട്ടും ഇതിലേക്ക് അല്ലേ? ഇതിൽ നിന്ന് എടുത്തിട്ട് ഇൻപുട്ട് 2ലേക്ക് കൊടുത്തു. ഇത് രണ്ടും കൂടി കിട്ടുന്ന മിക്സിംഗ് കളറാണ് നമുക്ക് ഔട്ട് കളറിന് സർഫസ് ഷെയ്ഡിലേക്ക് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ AI വയർ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ട്രയാങ്കിൾസ് കാണും. ആദ്യം നിങ്ങൾക്ക് നിങ്ങൾ റെൻഡർ ചെയ്ത് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ട്രയാങ്കിൾസ് ആയിട്ടാണ്. കണ്ടോ? അപ്പോൾ ട്രയാങ്കിൾസ് അലൗഡ് ആണോ? നമുക്ക് ട്രയാങ്കിൾസ് അലൗഡ് അല്ല അല്ലേ? ട്രയാങ്കിൾസ് അലൗഡ് അല്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് റെൻഡർ ഔട്ട് ട്രയാങ്കിൾ എല്ലാം എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും നമ്മൾ ഇതിൽ പോവും. ഈ AI വയർ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചാനൽ ബോക്സിൽ കാണാൻ പറ്റും എഡ്ജ് ടൈപ്പ്. അതായത് ട്രയാങ്കിൾസ് അല്ല, പോളിഗൺസ് ആണ്.
എഡ്ജ് ടൈപ്പ്. നിങ്ങൾക്ക് ഇവിടെ ലൈൻ വിഡ്ത്ത് കൊടുക്കാട്ടോ ലൈൻ, പക്ഷേ ലൈൻ വിഡ്ത്ത് നിങ്ങൾ 1 മാത്രം കൊടുത്താൽ 2 കൊടുത്തു കഴിഞ്ഞാൽ കുറേ ഇപ്പം ചെറിയ ഒബ്ജക്റ്റുകളിൽ ചെയ്യുന്ന സമയത്ത് വയർ ഫ്രെയിം ആയിട്ടുള്ള അടുത്തടുത്ത് വന്ന് ബ്ലാക്കായി ഫുൾ ബ്ലാക്ക് ആയിട്ട് കാണും. അപ്പം 1 അല്ലെങ്കിൽ അതിൻ്റെ പോയിന്റ് വാല്യൂ താഴെ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക, പോളിഗൺ ആക്കുക, ട്രയാങ്കിൾ പോളിഗൺ ആക്കുക, ലൈൻ വിഡ്ത്ത് 1 തന്നെ മതി. ഇത്ര മാത്രം ചെയ്യുക. ഇത്രയും മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ലൈൻ കളർ ബ്ലാക്ക് ആവാൻ വേണ്ട, വൈറ്റ് കൊടുക്കരുത്. ഇത് ഒന്നുകൂടി റെൻഡർ ചെയ്ത് നോക്കാം. എവിടെ പോയി? ഓക്കെ, കണ്ടോ? ഇപ്പൊ കറക്റ്റ് വയർ ഫ്രെയിം വന്നിട്ടുണ്ട്. അപ്പൊ ഈ വയർ ഫ്രെയിം വന്ന് ഇതിനെയാണ് നിങ്ങൾ പോർട്ട്ഫോളിയോ ആക്കി വെക്കേണ്ടത് കേട്ടോ. ഇതാണ് പോർട്ട്ഫോളിയോ നിങ്ങളുടെ ഒബ്ജക്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതാണ് പോർട്ട്ഫോളിയോ. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ ഇതിന്റെ റെൻഡർ ഔട്ടാണ് ഞാനിപ്പോ ചെയ്തിരിക്കുന്ന ഈ ഒരു സാധനം. ഓക്കെ, അപ്പൊ എല്ലാവരും ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അറിയില്ല. അപ്പോൾ ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇത് റെൻഡർ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഫയലിൽ പോവുക, സേവ് ഇമേജ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എവിടെയാണോ ചെയ്യേണ്ടത് അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ സേവ് ചെയ്യുക കേട്ടോ. അവിടെ നിങ്ങൾ പേര് കൊടുത്തിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാം. ഓക്കെ.